എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും പെണ്ണുപിടി സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ കോൺഗ്രസ് നേതാക്കന്മാരല്ല, കുറച്ച് നാൾ മുന്നേ കോൺഗ്രസ് നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലൊക്കെ നടത്തിയ പെണ്ണുപിടിയും ഈ പെണ്ണുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളുമായി സജീവ ചർച്ചയായിരുന്നു. പക്ഷേ ഇത്തവണ ചർച്ചയിൽ മുൻപന്തിയിൽ CPM-ന്റെ എറണാകുളത്ത് നിന്നുള്ള ഒരു MLA ആണ്. അതായത് എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു MLA ആണ് പ്രതിസ്ഥാനത്ത്. അപ്പോൾ ഈ CPM-ന് എറണാകുളത്ത് നിന്നിലെ ശരിക്കും 5 MLA-മാരാണ്. ഒന്ന് ശ്രീനിജൻ, ഒന്ന് ആൻ്റണി ജോൺ, ഒന്ന് മാക്സി KJ, രാജീവ് P, KN ഉണ്ണികൃഷ്ണൻ. ഇത്രയും MLA-മാരാണ് CPM-ന് എറണാകുളം ജില്ലയിൽ നിന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്ത് വന്നിരുന്നു. CPM-ന്റെ ഒരു എറണാകുളം ജില്ലയിൽ നിന്നൊരു MLA പറവൂരിൽ വെച്ചിട്ട് ഒരു യുവതിയുടെ, അതായത് ഒരു വനിതാ നേതാവിൻ്റെ വീട്ടിൽ നിന്ന് നട്ടുച്ചക്ക് ആ വനിതാ നേതാവിൻ്റെ ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടി അടിച്ച് മുട്ടുകാലും ഒടിച്ചു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അപ്പോൾ ആരാണ് എന്താണെന്ന് വിശദമായ വിവരങ്ങളൊന്നും പുറത്തു വന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു വരുമ്പോൾ ശ്രദ്ധിച്ചായിരുന്നു. പ്രമുഖൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ വരും. ശരിക്കും ചില കോടതിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പേര് പറയാൻ ചില മാധ്യമങ്ങളൊക്കെ മടിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും CPM ഞാൻ പറഞ്ഞ മാതിരി 5 MLA-മാരാണ് ഈ ജില്ലയിലുള്ളത്. ശ്രീനിജൻ, ആൻ്റണി ജോൺ, മാക്സി KJ, രാജീവ് P, KN ഉണ്ണികൃഷ്ണൻ. ഇതിൽ ഒരാളായിരിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് KM ഷാജഹാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോതമംഗലം, കൊച്ചി, പിന്നെ ഒരു വൈപ്പിൻ, ഈ 3 കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഏതെങ്കിലും ഒരു MLA ആയിരിക്കാം ആ പിടിക്കപ്പെട്ട ആൾ എന്നാണ് ഈ KM ഷാജഹാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാവും കേരള രാഷ്ട്രീയത്തിൽ. പക്ഷേ ഇതല്ല, അതിന് പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ സംഭവം വിശദമായി പറഞ്ഞു തരാം. അതായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം. അതായത് ഈ വനിതാ നേതാവിൻ്റെ ഭർത്താവ് എല്ലാ ദിവസവും പുറത്തു പോകുമായിരുന്നു. പുറത്തു പോയിട്ട് വൈകിട്ടൊക്കെ ആവും വരാൻ, വൈകിട്ടും ചിലപ്പോൾ രാത്രിയൊക്കെ ആവും തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നത്തെ ദിവസം ഈ കഴിഞ്ഞ ഞായറാഴ്ച ആ ഭർത്താവ് കുറച്ച് നേരത്തെ വന്നു, ഉച്ചയ്ക്ക് വരേണ്ടി വന്നു. എന്താ ആവശ്യത്തിന് വീട്ടിൽ വരുമ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നത്. സാധാരണ ഭാര്യയും ഭർത്താവും പുറത്തു പോകുമ്പോൾ ഒരു ചാവി ഭർത്താവ് കൊണ്ടുപോകും, ഒരു ചാവി ഭാര്യയും കൊണ്ടുപോകും. അപ്പോൾ ഭർത്താവിൻ്റെ കയ്യിലുള്ള ഭർത്താവ് പുറത്തുപോയി തിരിച്ചു വന്ന് വീട്ടിലെത്തിയിട്ട് ഡോർ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ഡോർ തുറക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫോൺ വിളിച്ചപ്പോൾ ഉള്ളിൽ നിന്ന് ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തോ പ്രശ്നം, തൻ്റെ ഭാര്യയ്ക്ക് എന്തോ പ്രശ്നം സംഭവിച്ചു എന്ന് വിചാരിച്ച് ഭർത്താവ് സമീപത്തുള്ള പ്രദേശവാസികളൊക്കെ കൂട്ടി ഡോറ് തല്ലിപ്പൊളിച്ച് അകത്ത് കയറുമ്പോൾ ഭാര്യയുടെ കൂടെ CPM-ന്റെ MLA ഇരിക്കുന്നു. എങ്ങനെയുണ്ട് സംഭവം? അപ്പോൾ അവിടെ ആ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഈ MLA എടുത്തിട്ട് പൂശി അവൻ്റെ മുട്ടുകാല് തല്ലി ഒടിച്ചു എന്നുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആരാണ് എന്താണെന്ന് പറയുന്നില്ല. ഇത്രയൊക്കെയാണ് സംഭവം. അപ്പോൾ ഈ വനിതാ നേതാവും അവരുടെ ഭർത്താവിനും കുടുംബപരമായിട്ട് ഏകദേശം പറവൂർ ആ ഏരിയയിലൊക്കെയാണ് സംഭവം, അവരുടെ വീട്. അപ്പോൾ ഇവരൊരു കുടുംബ സുഹൃത്താണ്. ആ ജില്ലയിൽ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന എന്താ പറയണ്ടത് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഈ വനിതാ നേതാവിൻ്റെ ഭർത്താവ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവരം ഈ കോൺഗ്രസ് നേതാവിൻ്റെ മുമ്പിലെത്തിക്കുന്നു. അതായത് അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവാണല്ലോ, എന്തെങ്കിലും കാര്യം സംഭവിക്കും നടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷേ അതിനുശേഷം ഒരക്ഷരം ആ കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ രാഹുൽ മാങ്കൂട്ടമൊക്കെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഇങ്ങനത്തെ പെണ്ണുപിടി കേസിലൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരടക്കം കോൺഗ്രസ് നേതാക്കന്മാരല്ല, അതായത് 2026 ഭരണം കിട്ടും എന്ന് വിചാരിച്ചിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും UDF അടക്കം പ്രതിരോധത്തിലായ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഒരു അവസ്ഥയിലാണ് ഈ കോൺഗ്രസ് നേതാവിന് ഇത്തരത്തിലുള്ള വലിയ CPM-നെ അടിക്കാൻ വലിയൊരു വടി വീണ് കിട്ടുന്നത്. പക്ഷേ അതിനെതിരെ ഒരു അക്ഷരം ഇവർ മിണ്ടുന്നില്ല. ആ കോൺഗ്രസ് നേതാവ് ഒരു ആക്ഷനും എടുക്കുന്നില്ല. വലിയ രീതിയിൽ പ്രതിഷേധം ഇതെടുത്തിട്ട് കേരളം കത്തിക്കാനുള്ള ഒരു വിഷയമായിരുന്നു. ശരിക്കും CPM-നെ ഭരിക്കുന്ന പാർട്ടിയെ എടുത്തിട്ട് അലക്കാൻ പറ്റിയ വലിയൊരു സംഭവമായിരുന്നു. എന്നിട്ട് പോലും ഈ കോൺഗ്രസ് നേതാവ് സെറ്റിൽമെൻറ്റ് നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യം, ഈ ഷാജഹാൻ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു. അത് ഈ കോൺഗ്രസ് നേതാവിന് പല ബിസിനസ് CPM-ആയിട്ടൊക്കെ വലിയ ബിസിനസ് ഡീലുകൾ നടത്തുന്ന ഒരാളാണെന്നും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ എടുത്ത് നോക്കിയപ്പോൾ പലതരം ആൾക്കാർ കമൻറ്റുകൾ ഒരുപാട് നോക്കി. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമായി കൂടുതൽ ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നത് VD സതീശൻ്റെ പേരാണ്. കാരണം വെച്ചാൽ പറവൂരാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ പറവൂരിലെ ആ വനിതാ നേതാവിൻ്റെയും അവരുടെ ഭർത്താവിൻ്റെയും ഒരു കുടുംബ സുഹൃത്ത് എന്ന നിലയിൽ ചിലപ്പോൾ സതീശനായിരിക്കാമെന്ന തരത്തിലാണ് ഇവരൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന കമൻറ്റുകളൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് തൻ്റെ റൈറ്റ് ഹാൻഡായ തന്നെ എല്ലാമായ എന്താ പറയുക അരുമശേഷനായ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഒരു പെണ്ണ് കേസിൽ പെട്ടിട്ട് ആകെ ഇങ്ങനെ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ നാണക്കേടായിട്ട് അത് VD സതീശന് പോലും വലിയ നാണക്കേട് ഉണ്ടാക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശനെ സ്വന്തം അച്ഛനായി കണക്കാക്കുന്ന ഒരു സിനിമാ നടി പോലും പരാതിപ്പെട്ടിട്ട് അത് വലിയ രീതിയിൽ ആ പരാതി കേൾക്കാൻ തയ്യാറായില്ല. അത് എന്താ പറയണ്ടത്, അങ്ങനെ അത് ഒതുക്കി തീർക്കുന്ന ഒരു ചീത്ത പേര് അത്തരത്തിലെ സ്ത്രീ പീഡന കേസ് തൻ്റെ മുന്നിലെത്തിയിട്ട് ഒതുക്കി തീർത്തു എന്നുള്ളൊരു പരാതി ഇത് ഓൾറെഡി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ VD സതീശൻ. അപ്പോൾ അതൊക്കെ തേച്ചു മായ്ച്ച് കളയാനും കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടപ്പെട്ട മുഖം തിരിച്ചു പിടിക്കാനും UDF-ന് വലിയൊരു എഡ്ജ്, അതായത് ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ഇപ്പം നടക്കാൻ പോവുകയാണ്.
അപ്പോൾ അതിലൊക്കെ വലിയൊരു എഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടി CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിൽ ആക്കാൻ പറ്റുന്നൊരു വിഷയം തൻ്റെ ടേബിളിൽ എത്തിയിട്ടും എന്തുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്തില്ല, വലിയ രീതിയിൽ അത് കേരളം കത്തിക്കാൻ പറ്റിയൊരു വിഷയമായിട്ടും എന്തുകൊണ്ട് ഒരു പ്രൊയാക്റ്റീവായിട്ടുള്ള ഒരു ആക്ഷൻ എടുത്തില്ല എന്നുള്ള അത് വീണ്ടും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാവും. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? അപ്പോൾ കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വി ഡി സതീശനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വരരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല, അതായത് ഈ രാഹുൽ മാങ്കൂട്ടം സഭയിൽ വന്നപ്പോൾ ഈ CPM-ൻ്റെ ഒരു നേതാക്കന്മാരും ഈ കമ്മ്യൂണിസ്റ്റുകാർ ഒരു നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടത്തെ വ്യക്തിപരമായി അധിക്ഷേപിച്ചില്ല. ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സാധാരണ ഇങ്ങനൊരു അവസ്ഥയിൽ ഇവർ വലിച്ചുവാരി ഭിത്തിയിലൊട്ടിക്കില്ലേ, പല കാര്യങ്ങളും പറഞ്ഞ് വലിച്ചുവാരി ഭിത്തിയിലൊട്ടിക്കും. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇല്ലാതായി? ഞാനൊക്കെ ആശ്ചര്യപ്പെട്ടിരുന്നു കേട്ടോ. ചിലപ്പം അതൊക്കെ ഇതിൻ്റെ സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചും അങ്ങോട്ട് വി ഡി സതീശൻ ചിലപ്പോൾ ആ ബോംബ് പൊട്ടിച്ചാലോ. അപ്പോൾ മുമ്പ് തന്നെ വി ഡി സതീശൻ ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? അതായത് ഈ വിഷയം ഇപ്പോൾ അടുത്താണ് പുറത്തു വന്നത്, പക്ഷേ ചിലപ്പോൾ ഇത് മുമ്പേ നടക്കുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട പല തെളിവുകളും ചിലപ്പോൾ വി ഡി സതീശൻ്റെ പക്കൽ നേരത്തെ എത്തിയിട്ടുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ മറ്റേ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഇവിടുത്തെ CPM നേതാക്കന്മാരൊക്കെ എടുത്തിട്ട് അലക്കുന്ന സമയത്ത് വി ഡി സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കൈയൊക്കെ ചൂണ്ടിയിട്ട് ഒരു പ്രത്യേക ആക്ഷൻ, അതായത് ഒരു സിനിമ സ്റ്റൈലിൽ അധികം കളിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങ് അത് എടുത്ത് പൊട്ടിക്കുക ബോംബ്. പക്ഷേ പിറ്റേന്ന് എല്ലാവരും വലിയ ആകാംക്ഷയായി, എന്താണ് എന്ത് ബോംബാണ് സതീശൻ പൊട്ടിക്കാൻ പോകുന്നതൊക്കെ വലിയ ആകാംക്ഷ ഉണ്ടായിരുന്നു. ഒന്നും പൊട്ടിയില്ല. പക്ഷേ ഇപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നത്, ആ ബോംബ് സതീശൻ അന്ന് പൊട്ടിക്കാൻ വിചാരിച്ച ബോംബ് ഇതായിരുന്നു എന്ന്. ശരിക്കും ഇപ്പോൾ പിടിച്ചു നേതാവിൻ്റെ ഭർത്താവും നാട്ടുകാരൊക്കെ ചേർന്ന് പിടിച്ചു എന്നുള്ള കാര്യം സത്യം അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇതിനു മുമ്പേ പലതും ഉണ്ടായിട്ടുണ്ടാകാം. ആ തെളിവുകളെ ചിലപ്പം വി ഡി സതീശൻ്റെ പക്കൽ ഉണ്ടാകാതിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ എൻ്റെ കയ്യിൽ വലിയൊരു ബോംബുണ്ട്, അതായത് ആറ്റം ബോംബുണ്ട് എന്നൊക്കെ സതീശൻ കൈയൊക്കെ ചൂണ്ടി കാണിച്ച് തരാടാ എനിക്കൊക്കെ എന്നൊക്കെ അങ്ങനെ ഒരു പ്രത്യേക ആക്ഷനൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ. എനിക്ക് തോന്നുന്നു ഈ സതീശൻ്റെ കയ്യിൽ മുമ്പേ ഈ ബോംബ് കയ്യിലെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രയും കോൺഫിഡൻസിൽ ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ, അതായത് കളിക്കണ്ട എന്നുള്ള രീതിയിൽ ആ ഒരു മുഖഭാവത്തിൽ തന്നെ സതീശൻ അന്ന് അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോംബ് നേരത്തെ സതീശൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടാകാം. അപ്പോൾ എന്തിനായാലും കോൺഗ്രസ് പാർട്ടിക്ക് അടുത്തിടെ ഉണ്ടായ വലിയൊരു നാണക്കേട്, ഇവന്മാരൊക്കെ പെണ്ണുടിയന്മാരാണ്. എന്താ പറയുക, CPM-മാർ സൈബർ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് അപമാനിക്കുന്നുണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർക്ക്. ഇവരെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളൊക്കെ പെണ്ണുടിയന്മാർ, ഈ പെണ്ണുടിയന്മാർക്കാണോ 2026 കേരളം ഭരണം ഏൽപ്പിക്കേണ്ട തരത്തിലുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിനൊക്കെ പ്രതിരോധിക്കാൻ പറ്റിയ നല്ലൊരു ആയുധം, ഒരു നല്ലൊരു ചാൻസാണ് ഇവിടെ മിസ്സാക്കി കളഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ആ ബോംബ് പൊട്ടിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ആരാണ് എന്താണെന്ന് ബോംബ് പൊട്ടിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ അതിന് ആ ഒരു ഇൻറ്റൻസിറ്റിയൊക്കെ കുറഞ്ഞു പോയി. കേരള സമൂഹം ഇപ്പോൾ എന്ന് വെച്ചാൽ യൂസ് ആൻഡ് ത്രോ സ്റ്റൈലാണ് ആൾക്കാർ പെട്ടെന്ന് കിട്ടിയത് അപ്പം തന്നെ പൊട്ടിച്ചിട്ട് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ അതിന് കാര്യമുള്ളൂ. അല്ലാണ്ട് ആ നനഞ്ഞ പടക്കമായിട്ട് പൊട്ടിയിട്ട് വിഷു കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് പടക്കം പൊട്ടിച്ചിട്ട് ആരും ശ്രദ്ധിക്കാനോ ആരും മൈൻഡാക്കില്ല, അത്രയേ ഉള്ളൂ. അതുമാതിരി തന്നെയാണ് എന്തിനായാലും കേരള രാഷ്ട്രീയത്തിൽ ഇപ്പം എന്താ പറയേണ്ടത്, ഈ CPM ആയാലും കോൺഗ്രസ് ആയാലും മത്സരിച്ചൊരു പെണ്ണുപിടി ഇതിൻ്റേതാണ്. എന്താണ് ഇവരൊക്കെ അധികാരം കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും എന്തും ചെയ്യാം എന്നൊരു ഇതാണോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇവർക്ക് ശരിക്കും ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്യുമ്പോണ്ടല്ലോ ഇവന്മാർക്ക് സൈഡ് ലൈൻ ചെയ്യണം. ജനങ്ങളെ ശരിക്കും ഇരുത്തി ചിന്തിക്കണം. അവർക്ക് മനസ്സിലാവണം ആരാണ് യഥാർത്ഥ എന്താ പറയുക, അവർ ഒന്ന് വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ ആരെയാണ് ഞങ്ങൾ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യേണ്ടത്, കറക്റ്റ് അങ്ങനത്തെ ഒരു ബോധ്യം വേണം. ഇത് കണ്ട അണ്ടനും അടകവും ഞാൻ CPM ആണ്, അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ CPM-നെ കുത്തു, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പെണ്ണുപിടിയന്മാർ തന്നെ വീണ്ടും MLA ആയിട്ട് നിങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് വീണ്ടും വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് വലിയ രീതിയിൽ ആയിരിക്കും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അത് കോൺഗ്രസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, പിന്നെ CPM അതിനെങ്ങനെ പ്രതിരോധിക്കുന്നു കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് വലിയൊരു ബോംബായിരുന്നു. ഇനി അത് പൊട്ടിച്ചാൽ അതിന് ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.